നിസ്കരിക്കാൻ ഒന്നുവെടുക്കത്തില്ലേ? ആ ഒന്നുവെടുക്കുന്ന സമയത്തെങ്കിലും ഒന്ന് നേരെ എടുത്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒന്നുവെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്നുവെടുക്കുന്ന ഓടി അങ്ങോട്ട് വരും. പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ ഓടി അങ്ങോട്ട് വന്നിട്ട് ഹൗദിനകത്തോട്ട് എന്തൊരു രണ്ട് കൈ വിട്ടു മുക്കി എന്തൊക്കെയോ കാണിച്ചിത്തിരി പെയിന്റ് വലിച്ചിട്ട് ഒറ്റ ഓട്ടമാ. പറ്റുമായിരുന്നെങ്കിൽ ഹൗദിനകത്ത് ചാടുമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സമാധാനമില്ലടോ നമുക്ക് ഒന്നുപെടുക്കാൻ. ഒന്നുപെണ്ണെടുക്ക് രണ്ട് കൂട്ടുകാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് മൂന്നാമത്തെ റക്അത്ത് നിസ്കരിക്കുക, അത്തഹിയ്യാത്തിലിരിക്കുക. രണ്ടുപേരും പള്ളിയുടെ മുമ്പിൽ വെച്ച് പിരിഞ്ഞു. അവസാനം നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ രണ്ടുപേരും പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് കണ്ടു. അളിയാ, നിനക്ക് ജമാഅത്ത് കിട്ടിയോ? എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. ഞാൻ ഉളുവൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, എൻ്റെ ജമാഅത്ത് പോയി. അപ്പം മറ്റേവൻ പറയാ, അള്ളാണ് ഞാനെങ്ങാണ് ഉളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ നിസ്കാരവും പോയേനെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവൻ ഉളുവ് തന്നെ എടുത്തില്ല, നേരെ കയറി. ഇവ ഉളു പോലും എടുത്ത്. നമ്മൾ ചിരിക്കണ്ടടോ, നമ്മുടെ ഉളുവെടുപ്പ് ഇല്ലാത്ത പോലെ തന്നെയാ. എടോ, നിങ്ങൾക്ക് ഈമാനുള്ള ഒരാളെ അറിയണോ? ഇപ്പൊ എല്ലാം ചിരിയും താടിയും തഴമ്പും എല്ലാത്തിനും ഉണ്ടല്ലോ. ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? ഇമാം ഗസാലി തങ്ങൾ പറയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒളുവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്ക്. ഒളുവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സമാധാനത്തോടുകൂടി ഒളുവെടുക്കുന്നത് കണ്ടാൽ നീ ഉറപ്പിച്ചോ, അവൻ ഈമാനുള്ളവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനത്തോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കുന്ന ഒരാളെ കണ്ടാൽ നീ ഉറപ്പിക്ക് അവൻ ഈമാനുണ്ടെന്ന്. എന്താ ഒളുവെന്നറിയോ? ഒളുവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒളുവെടുക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒളുവ് ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്ത പാപം, ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരാൾ ഒളുവ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിനകത്ത് അള്ളാഹു അവന്റെ പാപം കഴുകിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉളുവ് ചെയ്യുന്ന സമയം കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, നീ ചെവി കഴുകുമ്പോൾ, വാ കഴുകുമ്പോൾ, നിന്റെ ഓരോ അവയവങ്ങളും നീ കഴുകുമ്പോഴും അതുകൊണ്ട് ചെയ്ത പാപവ അല്ലാഹ് കഴുകിക്കളയുന്നേ. ആ പാപങ്ങളാണ് ആ ഉളുവിനകത്ത് പോകുന്നത്. എന്തുകൊണ്ട് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നില്ല? അലസതയാടോ? എന്താണ് ഉളുവെന്നറിയോ? ഇത്രയും നാളും ഉളുവെടുത്തത് പോലെയല്ല. മഹാനായ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെന്ന് പറഞ്ഞാൽ എന്താ? ഉളുവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? എന്തിനാണ് ഉളുവെന്ന് പറയുമോ? ഇനി മുതൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിക്കടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുക്കുന്ന സമയത്ത് ഒരു മഹാനിരുന്ന് കരയുകയാണ്. ഉളുവെടുക്കുന്ന സമയത്ത് മഹാനിരുന്ന് കരയുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. നരകം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, മഹ്ശറ പറഞ്ഞപ്പോഴല്ല, അല്ലാഹുവേ ഉളുവെടുക്കുന്ന സമയത്ത് കരയുകയാ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നു, തങ്ങള് ഉളുവെടുക്കുന്ന സമയത്ത് എന്തിനാ കരയുന്നത്? ഉളുവെടുക്കുന്ന സമയത്ത് എന്തിനാ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ, 60 കൊല്ലം ജീവിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉളുവെടുക്കുന്ന സമയത്ത് ഇതുപോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? പെങ്ങളെ, തോന്നിയിട്ടുണ്ടോ? മഹാനവറുകൾ പറയുകയാ, മോനെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനല്ലേ. ഉളുവെടുക്കുന്നത് എന്തിനാ? അല്ലാഹനെ കാണാനല്ലേ, അല്ലാഹുടെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ ഉളുവെടുക്കുന്നത്. പിന്നെ എങ്ങനെയാ കരയാതിരിക്കുക? പിന്നെ എങ്ങനെയാ കൈകാല് വിറയ്ക്കാതിരിക്കുക? ഒന്നുമില്ലാതെ നിസ്കാരമില്ലല്ലോ, ഒന്നുമില്ലാതെ നിസ്കാരമില്ലല്ലോ. ഉളുവെടുത്തിട്ടല്ലേ നിസ്കരിക്കാൻ കയറുന്നത്. നിസ്കാരമെന്ന് പറഞ്ഞാൽ അത് മുനാജാത്താണല്ലോ. ഒരു മറയുമില്ലാതെ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാ. ഒരാളുടെ മുമ്പിൽ മറയില്ലാതെ മിഅ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങൾ അല്ലാഹനെ കാണാൻ പോയല്ലോ. പടച്ചവനെ, അതുപോലെ നിസ്കാരമെന്ന് പറയുന്നത് ഒരു മറയുമില്ലാതെ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതാ പറഞ്ഞത്, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും നിസ്കരിക്കുമ്പോ
നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുള്ള ബോധത്തോടു കൂടി വേണം നീ നിസ്കരിക്കാൻ. അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കരുതെന്ന് പറയുന്നത്. നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നത് ചെറിയ പാപമല്ല, അത് വലിയ തെറ്റാടോ. നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കരുത് പറയാനുള്ള കാരണം എന്താ? അവന്റെ മുമ്പിൽ അല്ലാഹു നിൽക്കുകയാ, അവന്റെ മുമ്പിൽ അല്ലാഹു നിൽക്കുകയാ. അതിന്റെ ഇടയിലൂടെ നീ നടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. അല്ലാഹനെ കാണുന്നതിന് വേണ്ടി ഉളുവെടുക്കുമ്പോ കരയുമല്ലോ, കൈകാല് വിറയ്ക്കുമല്ലോ. അല്ലാഹനെ കാണാൻ പോകേണ്ടത് എങ്ങനെയാണെന്നറിയോ? കള്ളു കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, പലിശ തിന്നിട്ടല്ല, വൃത്തികേടുകൾ ചെയ്തിട്ടല്ല. അല്ലാഹുവിനെ കാണാൻ പോകുമ്പോ അതാ മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹനെ കാണാൻ പോയപ്പോ ദിവസങ്ങളോളം നോമ്പ് പിടിച്ചിട്ടല്ലേ പോയത്. അല്ലാഹനെ കാണാൻ പോകുമ്പോ പടച്ചവനെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് ഒളിവിലൂടെ പാപം കഴുകാൻ പറയുന്നത്, ഒളിവിലൂടെ പാപം കഴുകാൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒളിവെടുക്കുമ്പോ സൂക്ഷിക്കടേ, ഒളിവെടുക്കുമ്പോ സൂക്ഷിക്കടേ. ഒന്ന് അവയവങ്ങൾ മുകളിലേക്ക് കയറ്റി കഴുകണേ. ആ അവയവം ഒന്ന് മുകളിലേക്ക് കയറ്റി കഴുകു, നഷ്ടമാകില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീ വരുമ്പോ ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ, ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒളിവിന്റെ അവയവങ്ങൾ പ്രകാശിക്കും. ചെറുപ്പക്കാരോ, ഒളിവിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പെങ്ങളെ സൂക്ഷ്മത പുലർത്ത്. പെങ്ങള് ഒളിവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മത പുലർത്തണ്, നല്ലതുപോലെ ഒളിവെടുക്കണ്. പടച്ചവനെ, നിസ്കരിക്കുമ്പോ മാത്രമല്ല ഒളു വേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും ഒളു വേണം. എപ്പോഴും ഒളിവോടുകൂടി നടക്കൂ, എപ്പോഴും ഒളിവോടുകൂടി നടക്കൂ. കിടന്നുറങ്ങുമ്പോഴും ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങ്, ഉറങ്ങുകയാണെങ്കിലും ഒളിവോടുകൂടി ഉറങ്ങ്. ഇന്ന് വാളുകടിന് തിരിച്ചിൽ വീട്ടിൽ ചെല്ലുമല്ലോ, കിടന്നുറങ്ങുന്നവരാ കിടന്നുറങ്ങുന്ന സമയത്ത് ഒളിവെടുത്തിട്ട് വേണം ഉറങ്ങാൻ, ഒളിവോടുകൂടി വേണം ഉറങ്ങാൻ. ആരെങ്കിലും കിടക്കുന്ന സമയത്ത് ഒളിവെടുത്തിട്ട് കിടന്നാ മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖദു സഅതം മിൻ ലൈൽ. നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. ആ മലക്ക് അല്ലാഹുവോട് പറയുന്നു, അല്ലാ പുറത്തു കൊടുക്കണേ, അല്ലാ റഹ്മത്ത് കരുണ കാണിക്കണേ, അല്ലാ പാപങ്ങൾ പൊറുക്കണേ, അല്ലാ ഇവന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, അല്ലാ. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ഉണരുന്നത് വരെ നീ ഉറങ്ങിയാലും ഇബാദത്തിന്റെ കൂലിയാ. ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ഇനി ആ കിടപ്പിലെങ്ങാണം കിടന്നു മരിച്ചു പോയാൽ മോനെ ഉറക്കമെന്ന് പറഞ്ഞാ മരണമാട്, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാട്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ. ഇത് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്, ഇത് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. നേരം വെളുക്കുമ്പോ നീ എഴുന്നേൽക്കുന്ന സമയത്ത് പറയുന്നത് എന്താ? അൽഹംദുലില്ലാ. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാൻ ആയുസ് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ മരിച്ചാലും ഒളിവെടുത്തിട്ടാണ് കിടക്കുന്നത്, ഒളിവോട് കൂടിയാണ് മരിക്കുന്നത്, ഒളിവോട് കൂടിയാണ് മരിക്കുന്നത്. ഒളിവെടുത്തിട്ട് കിടക്കുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ സഹോദരാ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും അനുയായികളും എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ വരുമല്ലോ. എന്നാ
ആ ഒതുവോടുകൂടി കിടക്കുന്ന ഒരു മനുഷ്യര് ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അസ്റായിൽ മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, വിവിഐപി വരികയാ, ഒരു വിവിഐപി കൂടെ വരികയാ. ഏതാ വിവിഐപി എന്നറിയുവോ? ഒതുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. നിബിതങ്ങളുടെ റൂഹ് പിടിക്കാമെന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായിലേ, ജിബ്രീലെ വിട്, ജിബ്രീലെ വിട്, എനിക്ക് ജിബ്രീലിനെ കാണണം അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, വാപ്പാ ഒന്നുകൂടി വേണം മരിക്കാൻ, ഒന്നുകൂടി വേണം മരിക്കാൻ. മോനെ ഒന്നുവെടുത്തിട്ട് കിടക്കുന്ന രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വിവിഐപിയായി കടന്നു വരികയാ. ആരാ വരുന്നതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരവുന്ന പ്രവാചകന്മാർക്ക്, ആ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഒരാൾ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണസമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയുനാ റസൂലുള്ളാഹി. ഏത് മലക്ക്? ഒന്നുകൂടിയാണ്. അതുകൊണ്ടാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒന്നുവെടുപ്പിക്കുന്നത്. ചങ്ങാതി, നീ രാത്രി കിടക്കുമ്പോ ഒന്നുവെടുത്തിട്ട് കിടക്ക്. മുറിയുന്നതും മുറിയാത്തതും വേറെ. നീ ഒന്നുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നീ എഴുന്നേക്കുന്നത് വരെ ഒരു മലക്ക് തലയുടെ മുമ്പിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിന്റെ പാപം പൊറുക്കാൻ, നിന്നോട് അല്ലാഹു കരുണ കാണിക്കാൻ, നിനക്ക് ഇബാദത്തിന്റെ കൂലി തരാൻ. സുബഹി വരെ നീ എഴുന്നേക്കുന്നത് വരെ ദുആ ചെയ്യും. ആ കിടപ്പിൽ കിടന്ന് നീ മരിച്ച അസ്റായിലിനെ മാത്രമല്ല, ആ ജിബ്രീലിനെ കൂടെ കണ്ടിട്ട് മരിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളുവെടുക്ക്, എപ്പോഴും ശുദ്ധിയായി നടക്ക്. വലിയ അശുദ്ധിക്കാരനായ നീ കുളിക്ക്. ഈ പെണ്ണുങ്ങള് രാത്രി കിടന്നുറങ്ങുന്ന സമയം രാത്രി കിടക്കുന്ന സമയം വലിയ അശുദ്ധിക്കാരാകും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കുളിക്കത്തില്ല, തണുപ്പ്, അതുകൊണ്ട് കുളിക്കാറില്ല. കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. മലക്കുകൾ ശപിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വലിയ അശുദ്ധിക്കാരായാൽ പെട്ടെന്ന് കുളിക്കണം. കുളിക്കാതെ ആ കുളി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റു, തണുപ്പായത് കാരണം കുളിച്ചില്ല, എന്നാ പിന്നെ വിചാരിക്കും മക്കളെ സ്കൂളിൽ വിടണമല്ലോ, മക്കളെ സ്കൂളിൽ വിടണം, ഇത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അത് കഴിയുമ്പോ പിന്നെ അടുത്ത ജോലിയായി, പിന്നെ ജോലിയായി. ചിലപ്പോ കുളിക്കുന്നത് ളുഹറിന്റെ സമയമാകുമ്പോഴാണ്. വലിയ അശുദ്ധിക്കാരായി നടക്കരുത്. അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, രണ്ട് എപ്പോഴും ശുദ്ധിയായി നടക്കണം, എപ്പോഴും ശുദ്ധി ഉണ്ടാകണം, ഒന്നുകൂടി നടക്കണം. വലിയ അശുദ്ധിക്കാരായാൽ നമ്മൾ പെട്ടെന്ന് കുളിക്കണം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തിയായി. അറിയോ, നമ്മളത് പാപമായിട്ട് കാണത്തില്ല. നബിതങ്ങൾ പറയുന്നു, ഒരു ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ ഖബറിനകത്ത് ശിക്ഷ നടക്കുകയാ 2 തെറ്റ് ചെയ്തതിന്റെ പേരിൽ. ഈ ഖബറാളികൾ ചെയ്ത ശിക്ഷ വലുതൊന്നുമല്ല, നിസ്സാരമായി കാണുന്ന 2. ഒന്ന്, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ ശുദ്ധീകരിക്കത്തില്ല. പോയി നിന്ന് മൂത്രം ഒഴിക്കും, ഓടും. എന്തില്ലേ, പോയി നിന്ന് മൂത്രം ഒഴിക്ക നല്ലതുപോലെ. ഇവിടെ പണ്ട് വാപ്പാമാരൊക്കെ മൂത്രം ഒഴിക്കുമ്പോ എഴുന്നേറ്റിരുന്നിട്ട് എന്നൊക്കെ ചുമയ്ക്കും, ശബ്ദമുണ്ടാക്കും, എഴുന്നേക്കും, ഇരിക്കും. എന്തിന്? അല്പമെങ്കിലും മൂത്രമുണ്ടെങ്കിൽ അത് പോകട്ടെ. നമുക്ക് ആ ശ്രദ്ധയൊന്നുമില്ലടോ, നമ്മൾ നിസ്സാരമായി കാണുകയാണ്. അതുകൊണ്ട് ശുദ്ധിയായി നടക്ക്, ഒന്നുകൂടി നടക്ക്. അങ്ങനെ നടക്കുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മലക്കുകൾ സ്നേഹിക്കുന്ന 2ാമത്തെ വിഭാഗം ഒന്നുകൂടി ശുദ്ധിയോടുകൂടി നടക്കുന്ന ആൾക്കാർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 12:15 12:15 ഞാൻ 12 മണി വരെ ആ സമയം പറഞ്ഞത്. എന്ത് വേണം, നിർത്തണോ പറയണോ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. ഈ കാണിച്ച ആത്മാർത്ഥത പിരിവ് കളക്ഷൻ നടത്തുമ്പോഴും കാണിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാ. നബിതങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊട്ടാരം കണ്ടു. സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം കാണുന്നുണ്ട്. ആ കൊട്ടാരത്തിനകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊട്ടാരം കാണുന്നുണ്ട്. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നു. പക്ഷെ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. നല്ല പരിചയമുണ്ട് ശബ്ദം. അങ്ങനെ ശബ്ദം കേട്ടാൽ പരിചയം ഉണ്ടാവില്ല, ആളറിയില്ലെങ്കിലും പരിചയം ഉണ്ടാകും. ആ ബിലാല് തങ്ങൾ നടന്നുപോയി, പക്ഷെ ബിലാലാണെന്ന് മനസ്സിലാകുന്നില്ല. ആ നടത്ത കണ്ടപ്പോ മനസ്സിലായി നല്ല പരിചയമുണ്ട് ഇല്ലേ. എങ്ങനെ ഇതുപോലെ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നു, പക്ഷെ ആളെ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, ആരാ അല്ലാഹ് ഇത്? ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയ ഈ ചങ്ങാതി ആരാ? ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങയുടെ സഹാബി ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്കറിയാം എൻ്റെ ഹാരിസാനെ? എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ പരിചയമുണ്ട്? മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചങ്ങാതി അറിയാം. ആ സഹാബി അറിയാത്ത മലക്കുകളില്ല, VVIP. എന്തുകൊണ്ട്? ആ മലക്കിന് അല്ലാഹു നാളെ നേരിട്ട് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആ മലക്ക് ആ സഹാബിക്ക് അല്ലാഹ് തന്നെ നാളെ സ്വർഗത്തിലെ ഭക്ഷണം നേരിട്ട് കൊടുക്കും. അത്രയും VVIP. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സംഭവം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എങ്ങനാ നബിയെ ഈ പദവി കിട്ടിയത്? സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നല്ലോ, എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? നബിതങ്ങൾ പറഞ്ഞു, കദാക്കൽ ബിർറു, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെ സ്നേഹിച്ച വാപ്പായ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് ചെയ്യുന്ന മക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് എൻ്റെ വാപ്പാനെയും ഇഷ്ടമാ, ഉമ്മാനെയും ഇഷ്ടമാ, എനിക്കും കിട്ടുമോ ഈ പദവി? നാളെ സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു നേരിട്ട് തരുമോ? ഇല്ല ആയിഷ. മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. പക്ഷെ അള്ളാന്റെ അടുക്കൽ നിന്ന് നേരിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ സ്നേഹിച്ചാൽ മാത്രം പോരാ. ആ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് 3 നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം ഏതാ? മീനിന്റെ കരള് തിന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്താ മീനിന്റെ കരള് കണ്ടിട്ടുണ്ടോ? മീനിന്റെ കരളാണെന്നൊക്കെ ചരിത്രം പറയുന്നു. എന്തായാലും അള്ളാഹു നമുക്ക് തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന 3 സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ 3 സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്ക്. ഉണ്ടെങ്കിൽ നിലനിർത്ത്, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. നിങ്ങളുടെ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ, ഹയാത്തിലുണ്ടെങ്കിൽ, ആലോചിക്കുന്ന എന്തിനാ പൊക്ക് ചങ്ങായി? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു വെട്ടമെങ്കിലും ഭക്ഷണം വാരിക്കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മായിക്കോ വാപ്പായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു ഉരുള ഭക്ഷണം, ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും നിന്റെ കൈ കൊണ്ട് നീ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ സമയമില്ലാതെ പോയില്ലേ? ചോദിക്കേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സമയം കിട്ടിയില്ല? നിന്റെ വാപ്പ നിന്റെ ഉമ്മ ഭാര്യയ്ക്ക് വാരി കൊടുത്തിട്ടുണ്ടോ? കൈവക്കണ്ട, കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഐസ്ക്രീം ഇങ്ങനെ കോരി കൊടുക്കും ഇല്ലേ? എടാ, നിന്റെ ചങ്ങാതിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബർത്ത്ഡേക്ക് പോയിട്ട് കേക്ക് അവന്റെ വായി കുത്തിക്കേറ്റാറുണ്ട്, തിന്നടാ അല്ലേ? എന്നാ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉപ്പ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ കൈ കൊണ്ട് നീ വാരി കൊടുത്തില്ലല്ലോ. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുക. നിന്നെക്കാളും വലിയ നഷ്ടവാളി ആരാ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ഉപ്പ ആരാണെന്നും അറിയില്ല, ഉമ്മ ആരാണെന്നും അറിയില്ല. ഉപ്പയുടെ വില എന്താ, ഉമ്മയുടെ മഹത്വം എന്താ, ഉപ്പാന്റെ മഹത്വം എന്താ അറിയില്ല. അറിഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളുടെ മഹത്വം നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, എൻ്റെ മാതാപിതാക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? ഏറ്റവും കൂടുതൽ കടമ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. സഹാബി രണ്ടാമതും ചോദിച്ചു, ഇനി ആരോടാ? ഉമ്മയോട്. ഇനി ആരോടാ? ഉമ്മയോട്. ഇനി ആരോടാ? വാപ്പയോട്. 3 പ്രാവശ്യവും നബി തങ്ങൾ പറഞ്ഞത് ഉമ്മ, ഉമ്മ, ഉമ്മ. എന്തുകൊണ്ട്? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് പടച്ചവനെ 10 മാസം നിന്റെ ഉമ്മയാണ് നിന്നെ ചുമന്നുകൊണ്ട് നടന്നത്. കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഉമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. ഉമ്മ കല്യാണങ്ങൾക്ക് പോകാറില്ല, ഒരാഘോഷങ്ങൾക്കും ഉമ്മ പോകാറില്ല. കാരണം ഉമ്മ നിന്നെ ചുമക്കുകയാണ്. പടച്ചവനെ, വയറ്റിൽ ഉമ്മ 10 മാസം നിന്നെ ചുമന്നുകൊണ്ട് നടന്നല്ലോ. പരാതിയില്ല, സങ്കടമില്ല, ഒന്നുമില്ല. 10 മാസം കഴിഞ്ഞിട്ട് നിന്നെ നൊന്തു പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. മരണത്തിന്റെ വേദനയും സഹിച്ചുകൊണ്ടാണ് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചത്. മോനെ, നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയായിരുന്നപ്പോ നീ അവൾക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞാ പടച്ചവനെ 40 ദിവസം നിന്റെ ഭാര്യയ്ക്ക് റെസ്റ്റാണ്, മാസങ്ങളോളം റെസ്റ്റാണ്. അതാ ജോലിക്ക് ആളെ നിർത്തുകയാണ്. എന്നാ പ്രസവിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഉമ്മയാ എഴുന്നേറ്റ് ഭക്ഷണം വെച്ചത്, നിനക്ക് ഭക്ഷണം വെച്ചത്, വാപ്പാന നോക്കിയത്, വീട്ടുജോലി ചെയ്തത് നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മ തന്നെയാ. ആ ഉമ്മയാണ് നിന്നെ നൊന്ത് പ്രസവിച്ചത്. 3 ഉമ്മ പട്ടിണിയാണെങ്കിലും നിന്നെ പാല് തന്നു വളർത്തിയല്ലോ. നീയൊന്ന് കരഞ്ഞാ ഉമ്മയല്ലേ നിനക്ക് പാല് തന്നത്, ഉമ്മയല്ലേ നിന്നെ വളർത്തിയത്. ആ ഉമ്മയെ നീ എന്തേ മറന്നുപോയത്? ആ ഉമ്മാനെ നീ എന്തേ മറന്നുപോയത്? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്തെ മക്കളോട് പറയുകയാ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയുടെ മഹത്വം എന്തെന്നറിയോ? ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇന്നത്തെ മക്കൾക്കൊന്നും ഉമ്മയും വാപ്പയും ആരാണെന്നറിയില്ല. ഉമ്മ ആരാണെന്ന് പഠിക്കാൻ ഞാൻ ഉദാഹരണം പറയട്ടെ. ഉമ്മ ആരാണെന്ന് പഠിക്കാൻ ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരാള് നിസ്കരിക്കാൻ കൈകെട്ടി. ഞാൻ എൻ്റെ വീടിനകത്ത് വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുക സുന്നത്ത്. ഞാൻ എൻ്റെ വീട്ടിൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേ. എൻ്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചു, മോനെ സിറാജേ, ഈ കൈ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ?
പറ, അഴിക്കാൻ പാടുണ്ടോ? നിസ്കരിക്കാൻ ഒരാൾ കൈകെട്ടിയ അഴിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഉമ്മ വന്ന് വിളിച്ചാൽ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം സുന്നത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉമ്മ വിളിച്ചാൽ ആ കൈ അഴിച്ചിട്ടിട്ട് എന്തേ എന്ന് നീ ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിക്കണം ഉമ്മച്ചി വിളിച്ച. അതാണ് ഉമ്മ. അതാണടോ നമ്മുടെ ഉമ്മ. അങ്ങനെ ഒരു ഉമ്മാനെ നിനക്ക് തന്നിട്ട് നീ ഒരു വട്ടമെങ്കിലും നിന്റെ കൈ കൊണ്ട് ഒരല്പം ചോറ് വാങ്ങിച്ചു കൊടുത്തു. ഒരുപാടൊന്നും വേണ്ട, ഒരു വട്ടമെങ്കിലും നീ വാരി കൊടുത്തു. എല്ലാ മക്കൾക്കും ഉമ്മാനെ മതിയടോ, എല്ലാ മക്കൾക്കും ഉമ്മാനെ മതി. വാപ്പാനോട് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ദേഷ്യവാ. കാരണം വാപ്പ വഴക്കു പറയും, വാപ്പ തല്ലും, വാപ്പ വഴക്കു പറയും, വാപ്പ തല്ലുമൊക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് വാപ്പായിക്ക് നമ്മളോട് ഇഷ്ടമില്ലെന്നല്ല, എന്നാ ഉമ്മാനെക്കാളും നമ്മളെ സ്നേഹിച്ചത് വാപ്പയാ. ഉമ്മയെക്കാളും ഇഷ്ടം ഉപ്പയ്ക്ക. എല്ലാ മക്കൾക്കും ഉമ്മയോട് ജീവൻ. കാരണം ഉമ്മാടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. എന്നാ വാപ്പ ആരെന്നറിയോ? വാപ്പ സ്വർഗത്തിന്റെ വാതിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ വാതിലാ. ഉപ്പ ഇല്ലെങ്കിൽ പിന്നെന്താ മക്കളെ? അടിച്ചാലും വഴക്കു പറഞ്ഞാലും ഉപ്പ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കിടക്കും. നമ്മളെ വഴക്കു പറയും, തല്ലും, ദേഷ്യപ്പെട്ടുകൊണ്ട് വാപ്പ റൂമിനകത്ത് കയറിയിട്ട് വാതിലടച്ച് കിടക്കും. രാത്രി ഉമ്മ ചെല്ലുമ്പോ വാപ്പ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്തേ, എൻ്റെ മോൻ ഉറങ്ങിയോ? ഞാനവനെ വഴക്കു പറഞ്ഞല്ലോ, ഞാനവനെ തല്ലിയല്ലോ, അവൻ വല്ലതും കഴിച്ചോടി. ഉമ്മാനോട് ചോദിക്കുപ്പ, എൻ്റെ മോനെ ഞാൻ തല്ലിയല്ലോ, വഴക്കു പറഞ്ഞല്ലോ, അവൻ വല്ലതും കഴിച്ചോ? നീ ഒന്ന് പോയി നോക്ക്, നീ ഒന്ന് സമാധാനിപ്പിക്ക്. ഇതാ നമ്മുടെ വാപ്പ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു ഉപ്പായെയും ഉമ്മായെയും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട് എന്തേ മോനെ കൊടുക്കാഞ്ഞ്? നീ എന്തുകൊണ്ട് കൊടുത്തില്ല? നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ജീവിച്ചിരുന്നിട്ട് നീ നിന്റെ ഉപ്പാടെ വായിലേക്ക്, ഉമ്മാടെ വായിലേക്ക് ഒരിക്കൽ പോലും നീ ഭക്ഷണം വാരി കൊടുക്കാൻ നീ തയ്യാറായില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയ്ക്കൊക്കെ ഉള്ളവര്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു. അല്ലാഹുവേ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്താറില്ല, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്താറില്ല. പടച്ചവനെ, ഇന്നത്തെ മക്കള് പോലും ഉമ്മയോട് കയർക്കുകയാണ്, ഉമ്മാന്റെ നേരെ കിടന്ന് ചാടുകയാണ്, ഉമ്മാനത്തെല്ലാം കൈവെക്കുകയാണ്. വളർന്നു പോയടോ, വളർന്നു പോയടോ. ഈ വന്നിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വളർന്നു പോയില്ലേ? അതാ സമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോ പെണ്ണുങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരായടോ. ഒരു സുന്ദരിയായ പണക്കാരിയായ ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ നീ ഉമ്മാനെ നിയന്ത്രിക്കാനായി പോയല്ലോ, വാപ്പാനെ നിയന്ത്രിക്കാനായി പോയല്ലോ. വല്ലതും കഴിച്ചുകൊണ്ട് വീടിനകത്ത് കടന്നുകൊള്ളണമെന്ന് ഉപ്പാടെ നേരെ നോക്കിയിട്ട് പറയാ, നീയൊക്കെ വലിയവനായി പോയല്ലോ. പടച്ചവനെ തിരിഞ്ഞു നോക്കുന്നില്ല, കയർക്കുകയാണ്, കയർക്കുകയാണ്. ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ. നിങ്ങൾ നിസാരമായി കാണല്ലേ, അത് നിസാര പാപമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഇന്ന് ശഅബാൻ 15ന്റെ രാവാണ്. പടച്ചവനെ, ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്ന രാത്രിയാണ്, മഗ്ഫിറത്തിന്റെ രാത്രിയാണ്, നരകമോചനത്തിന്റെ രാത്രിയാണ്. ഇന്നാര് ചോദിച്ചാലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. കോടാനി
കോടാനി വരുന്ന ജനങ്ങള് നരകത്തിൽ നിന്ന് കരകയറുന്ന രാത്രിയാണ്, പാപം കഴുകുന്ന രാത്രിയാണ്, റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുന്ന രാത്രിയാണ്, ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. എന്നാ അല്ലാഹു ആർക്ക് പുറത്തു കൊടുത്താൽ പുറത്തു കൊടുക്കാത്ത ചിലരുണ്ടോ? ഇന്ന് ദുആ ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത, ഇന്ന് എത്ര തൗബ ചെയ്തിട്ടും പ്രയോജനമില്ലാത്ത പടച്ചവനെ ഒരു വിഭാഗമുണ്ടോ? അവരാരെന്നറിയുവോ? മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാ. മാതാപിതാക്കളെ വേദനിപ്പിച്ചവര്. നീ റബ്ബിനോട് ചോദിച്ചിട്ട് കാര്യമില്ല സഹോദരാ. ഉമ്മാനെ അടിച്ചിറക്കിയിട്ട്, ഉമ്മാനെ ചീത്ത വിളിച്ചിട്ട്, വാപ്പാനെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് നിനക്കെന്ത് ബറാഅത്താ, നിനക്കെന്ത് ലൈലത്തുൽ ഖദറാ, നിനക്കെന്ത് റമദാനാ, നിനക്കെന്ത് പെരുന്നാളാ, നിനക്കെന്ത് ശഅബാനാ, എന്ത് റജബാ? ഒന്നുമില്ല സഹോദരാ, ഒന്നുമില്ല സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാടെ നേരെ കിടന്ന് ചാടല്ലേ. നിനക്കൊരു ഗൾഫുകാരന്റെ മകളെ ഭാര്യയായിട്ട് കിട്ടിയപ്പോ, ഇത്തിരി സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഉമ്മാനെ വേദനിപ്പിച്ചവരില്ലേ, ഉമ്മാനെ മറന്നുപോയവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറയാ. നീയൊക്കെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, എത്ര ഉംറ ചെയ്തവനാണെങ്കിലും, പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും, നിന്റെ അവസ്ഥയാ ഞാൻ പറയുന്നത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളുടെ സ്വഹാബിയാ, നബി തങ്ങളുടെ സ്വഹാബിയാ അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയ്ക്ക് പറയണമെന്നുണ്ട്, നാവ് പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല, പറയാൻ പറ്റുന്നില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സഹാദത്ത് കലിമ പറയാൻ പറ്റുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സ്വഹാബത്ത് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട് നബിയെ, പറ്റുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങുന്നില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? വിളിച്ചു കൊണ്ടുവാ സഹാബ, പറ്റുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് പോയിട്ട് അൽഖമയുടെ ഉമ്മയെ വിളിച്ചു കൊണ്ടുവരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉമ്മ പൊന്നുമോനുമായിട്ട് എങ്ങനെയാ ഉമ്മ? അൽഖമയെ കുറിച്ച് അഭിപ്രായം എന്തേ ഉമ്മ? യാ റസൂലല്ലാഹ്, എനിക്കവനെ ജീവനാ നബിയേ, വല്ലാത്ത സ്നേഹമാ നബിയേ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവനും അങ്ങനെയായിരുന്നു നബിയേ, അവൻ എന്നെയും ഇഷ്ടമാ, എനിക്ക് അവനെയും ഇഷ്ടമാ. എന്നാ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ അൽഖമയുടെ സ്വഭാവം മാറി നബിയേ. വിവാഹം കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ. ഉമ്മയുടെ പരാതി എന്തായിരുന്നെന്നറിയോ? ഉമ്മയുടെ പരാതി എന്താണെന്നറിയോ? ചെലവിന് കൊടുക്കില്ല എന്നല്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നല്ല, കണ്ണുനീര് കുടിപ്പിച്ചെന്നല്ല, ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്താണ് പരാതി എന്നറിയോ? അൽഖമ എന്തുണ്ടെങ്കിലും ഉമ്മയോട് പറയുമായിരുന്നു, എന്ത് നടന്നാലും ഉമ്മയോട് പറയുമായിരുന്നു. എന്നാ വിവാഹം കഴിഞ്ഞപ്പോ ആദ്യം പറയുന്നത് ഭാര്യയോടാ, ആദ്യം പറയുന്നത് ഭാര്യയോടാ, രണ്ടാമതാണ് ഉമ്മയോട് പറയുന്നത്, രണ്ടാമതാണ് ഉമ്മയോട് പറയുന്നത്. എന്നോടല്ലേ നബിയെ പറയേണ്ടത്? ഞാനവന്റെ ഉമ്മയല്ലേ, ഞാനവനെ കഷ്ടപ്പെട്ടു വളർത്തിയതല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊരുത്തപ്പെടുമാ, പൊരുത്തപ്പെടുമാ. ഇല്ല നബിയെ
പൊരുത്തപ്പെടൂല. ഉമ്മ ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല. ഉമ്മ ഒന്ന് പൊരുത്തപ്പെട്ടുകൊടുമ്മ. യാ റസൂലല്ലാഹ്, അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാ നബിയേ. അവനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചു വളർത്തിയതാ. എന്നിട്ടും അവൻ എന്നെ മറന്നല്ലോ. ഞാൻ പൊരുത്തപ്പെടൂല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടും ഉമ്മ പൊരുത്തം കൊടുക്കാതെ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, വിറക് ശേഖരിക്ക സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ എന്തിനാ കത്തിച്ച് കളയാറ്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകനല്ലേ നബിയേ, അവൻ എന്ത് ദ്രോഹം ചെയ്താൽ അവൻ എന്റെ പൊന്നുമോനല്ലേ നബിയേ. പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് അൽക്കമയുടെ നാവ് പൊങ്ങിയത്. നബിതങ്ങളുടെ സഹാബിയല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന സ്വഹാബിയ. അപ്പോഴാണ് നാവ് കൊണ്ട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞത്. ഇതാണടോ ഉമ്മ, ഇതാണടോ ഉമ്മ. അതുകൊണ്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നവരോട് പറയുകയാ, എപ്പോഴാ നീയൊക്കെ വളർന്നു പോയത്? ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ വളർന്നു പോയില്ലേ? പടച്ചവനെ, പെങ്ങളെ, വാപ്പയുടെ മുമ്പിൽ ശബ്ദമുയർത്താത്തവള് ഇന്ന് വാപ്പാനെ നിയന്ത്രിക്കാൻ വളർന്നു പോയി. കാരണം 3-4 ബോട്ടുള്ള മുതലാളിയുടെ ഭാര്യ, ശരീരം മുഴുവനും സ്വർണമാ, 2 നില വീടുണ്ടല്ലോ, സഞ്ചരിക്കാൻ കാറുണ്ടല്ലോ. ഇനി എന്തിനാ വാപ്പ, എന്തിനാ ഉമ്മ, എന്തിനാ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, വാപ്പാനെ മറക്കല്ലേ. നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നിന്റെ ഉപ്പ. നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ. ഇന്നുപ്പാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കൾ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. രോഗം പിടിച്ച് കിടക്കുന്ന ഉപ്പയുടെ ചാരത്ത് പോകാൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുമല്ലോ, മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുമല്ലോ. നിനക്കോർമ്മയുണ്ടോ നിന്റെ ഉപ്പാന് ചുംബനം കൊടുത്തത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാപ്പാനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ആ വൃദ്ധനും വൃദ്ധയ്ക്കും ഉമ്മ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ആ പ്രായമുള്ളവരെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നിന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നിന്റെ ഉപ്പ ചാടുമായിരുന്നു. ഉമ്മയ്ക്കിഷ്ടമല്ല, വാപ്പയ്ക്കിഷ്ടമല്ല മക്കളെ കുറിച്ച് മോശമായി പറയുന്നത്. എന്നാൽ ഇന്ന് നിന്റെ ഭാര്യ എന്തൊക്കെ പറയുന്ന സഹോദരാ? നീ ഇന്ന് പണക്കാരനായിട്ട് ഒരു 2 നില വീട് കെട്ടി, നിന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് നിന്റെ വീടിനകത്ത് കിടന്നിട്ട് ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ, ഉമ്മയ്ക്ക് പ്രായമായി, വാപ്പയ്ക്ക് പ്രായമായി, ആ പ്രായം ചെന്നവരറിയാതെ നിന്റെ റൂമിനകത്തൊന്ന് തുപ്പിയാൽ, നിന്റെ റൂമിനകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ചാൽ ബോധമുള്ളവൻ ചെയ്യുവോ സഹോദരാ? ബോധമുള്ള ഒരാള് ബെഡ്റൂമിനകത്ത് മൂത്രമൊഴിക്കുമോ? മൂത്രമൊഴിക്കുമോ? ബെഡ്റൂമിനകത്ത് കാറി തുപ്പുമോ? ബോധമുള്ളവര് ചെയ്യില്ല. അറിയാതെ പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ ഉപ്പയൊന്ന് തുപ്പിയപ്പോ, നിന്റെ ഉമ്മ ഒന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാ നിന്റെ ഭാര്യ പറയുമ്പോ എന്തെല്ലാമാണ് അവള് പറയുന്നത്? മോനെ, ഒന്ന് തുടച്ചാ മതിയല്ലോ, തുപ്പിയത് തുടച്ചാ പോകുമല്ലോ, മൂത്രമൊഴിച്ചതൊന്ന് കഴുകിയാ ശുദ്ധമാകുമല്ലോ. നിനക്കത് ബാധ്യതയായി, നിനക്കത് വേദനയായി, നിനക്കത് പ്രയാസമായി. എന്നാ നീയൊക്കെ ഒന്ന് ഓർക്കണേ, നീയൊക്കെ ഒന്ന് ഓർക്കണേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉമ്മയുടെ ശരീരത്ത് മൂത്രമൊഴിച്ചവരാണ്, ഉപ്പയുടെ ശരീരത്തെ കാഷ്ടിച്ചവരാണ്. പടച്ചവനെ, മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് ഉമ്മ വലിച്ചെറിഞ്ഞിട്ടില്ല, കാഷ്ടിച്ചെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ടില്ല, ഉമ്മാടെ മുഖത്ത് തുപ്പിയിട്ടില്ലേ, ഉമ്മയുടെ ശരീരത്തിലൂടെ നമ്മൾ ഛർദിച്ചിട്ടില്ലേ, ഉമ്മാനെ തല്ലിയിട്ടില്ലേ, വാപ്പാടെ മുഖത്തടിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും, എത്ര വേദനിപ്പിച്ചാലും, എത്ര വേദനിപ്പിച്ചാലും, എന്റെ മോനെ, എന്റെ
എന്റെ മോള് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഉപ്പയാണ് നീ ഇന്ന് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കടോ, എവിടെ പോകാനാ സഹോദരാ? ഇതെവിടെ കൊണ്ട് തീർക്കാനാണ്? ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? അതുകൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തോ വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ അതേ വീടിന്റെ റൂമിനകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, പെങ്ങളെ സുഖമാണോ എന്നെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ മനസ്സ് വേണം പെങ്ങള്. ഇന്ന് പണമായി, സ്വർണമായി, കാറായി, വീടായി, ഓർത്തു വെച്ചോ, നീയും നിനക്കും മക്കളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാ, നീയും പ്രസവിച്ചവളല്ലേ, നിനക്കും മക്കളുണ്ടല്ലോ. സൂക്ഷിക്കണേ പെങ്ങള്, സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ, ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് അല്ലാഹുവേ, പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ശഅബാൻ 15ന്റെ നോമ്പ് പിടിച്ചിട്ട് വാപ്പാനെ കാണാൻ പോകണേ, ഉമ്മാടെ ചാരത്ത് പോകണേ, ആ കാലിൽ പിടിച്ചൊന്ന് കരയണേ, ആ കാലിൽ പിടിച്ചൊന്ന് കരയേ. ആ ഉപ്പയുടെയും ഉമ്മയുടെയും കാല് പിടിച്ചിട്ടൊന്ന് പൊരുത്തം ചോദിക്കടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉപ്പാനും ഉമ്മ കൊടുത്ത ഓർമ്മ മക്കൾക്കുണ്ടോ? ഉപ്പാനും ഉമ്മ കൊടുത്ത ഓർമ്മയുണ്ടോ? ഉമ്മയ്ക്ക് കൊടുത്ത ഓർമ്മയുണ്ടോ? എവിടെ ഓർമ്മ? അള്ളാഹു ആയാലും പഠിച്ചവൻ നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. സ്നേഹിക്കടോ സഹോദര. വാപ്പയുമ്മയല്ലേ, വാപ്പയുമ്മയല്ലേ, നമുക്കവരല്ലേ ഉള്ളൂ. നിന്നെ മോനെ എന്ന് വിളിക്കാൻ ഈ ലോകത്ത് അവരല്ലാതെ ആരാ ഉള്ളെ? ഓർത്തിട്ടുണ്ടോ? ഞാൻ നിന്നെ മോനെ എന്ന് വിളിച്ചാൽ നിനക്ക് സുഖം ഉണ്ടാവും, ഒരു സന്തോഷം. പക്ഷെ ഉമ്മ വിളിച്ചു നോക്ക്, വാപ്പ വിളിച്ചു നോക്ക്. എടോ, ഉമ്മ വഴക്ക് പറഞ്ഞാലും കേൾക്കാനൊരു സുഖമാടോ. ലോകത്ത് ആര് വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. എന്നാൽ ഉമ്മ വഴക്ക് പറഞ്ഞാലോ, രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ വഴക്ക് പറയും. തിന്നത്തുമില്ല, ഉറങ്ങത്തുമില്ല, ഇങ്ങനെ നടക്കുക. ഉമ്മ നമ്മളിങ്ങനെ വഴക്ക് പറയും, നമ്മൾ ചിരിക്കൂടോ. ആ വഴക്ക് പറയുന്നത് കേൾക്കാൻ പോലും ഒരു സുഖമാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ വീട്ടിൽ ചെല്ലാൻ താമസിച്ചാൽ നമ്മുടെ വാപ്പ ഉറങ്ങൂല, നമ്മുടെ ഉമ്മ ഉറങ്ങൂല. രോഗം പിടിച്ച് കിടക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എൻ്റെ മോൻ വന്നില്ലേ, എൻ്റെ മോൻ വന്നില്ലേ. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ കിടന്ന് ചാടും. ഈ തള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ഉറങ്ങാൻ പോലും വിടുന്നില്ലെന്ന്. നമ്മുടെ ഭാര്യ സ്നേഹം കൊണ്ടല്ല പറയുന്നത്, അവളെപ്പോഴും പറയുന്നത്, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് പോലെ അലാറം അടിക്കുന്ന പോലെ നിങ്ങൾ തിരക്കാന്ന്, കിടക്കാൻ വിടുന്നില്ലെന്ന്. അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കേ, എല്ലാ കാര്യവും ഭാര്യയോട് മാത്രം പറയുന്നവരുണ്ട്. നീ ഒരു കച്ചവടം തുടങ്ങി, ഒരു കട തുടങ്ങി, ഒരു പുതിയ ബോട്ട് വാങ്ങി, നീ ഉമ്മാട് ചോദിച്ചോ? പാപ്പാനോട് പറഞ്ഞു? ഇല്ല. അവസാനം എല്ലാം നഷ്ടത്തിലായി. വീട്ടിൽ പോയിട്ട് കിടപ്പറയിൽ ഇരിക്കുമ്പോൾ ഉറങ്ങുന്നില്ല. ഭാര്യ ചോദിച്ചു, എന്തേക്കാ? എടീ, കച്ചവടമൊക്കെ പോയി, നഷ്ടത്തിലായി, വലിയ പ്രയാസത്തില. ഭാര്യ പറയുന്ന മറുപടി എന്താ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. നമ്മളൊരു കച്ചവടം എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു ബിസിനസ് തുടങ്ങി, എന്തെങ്കിലും കിട്ടുമെന്ന്. അവസാനം അത് പൊളിഞ്ഞു പോയെന്ന് കരുത്. പൈസ എവിടെയെങ്കിലും കൊണ്ടിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് നീ നിന്റെ ഉമ്മാനോട് പറഞ്ഞു? ഇല്ല. എന്നാ നീ അത് പൊളിഞ്ഞിട്ട് വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ബെഡ്റൂമിനകത്ത് കയറി സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മുടെ ഭാര്യ പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലല്ലോ. റൂമിനകത്ത് കിടന്നിട്ട് സങ്കടം വന്നിട്ട് ഹാളി വന്നിട്ട് ഇരുട്ടത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുക. ഉമ്മ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങിയില്ലേടാ, എന്തേ മോനെ ഉറങ്ങിയില്ലേ, എന്താ എൻ്റെ മോനൊരു സങ്കടം? ഉമ്മാ, കച്ചവടമൊക്കെ പോട്ടടാ മോനെ, അല്ല തരുവിട. നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പറയാം, അല്ല തരും. ഇതാ ഉമ്മ. അങ്ങനെ ഒരു ഉമ്മാനെ ഉപ്പാനെയും തന്നിട്ട് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അല്ലാഹു പുറത്തേനുമാറാകട്ടെ, അല്ലാഹു പുറത്തേനുമാറാകട്ടെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ നബിതങ്ങൾ പോയല്ലോ ജന്നത്തുൽ ബഖീ. ശഅബാൻ 15ന്റെ രാത്രിയിൽ നബിതങ്ങൾ ജന്നത്തുൽ ബഖീ പോയി ദുആ ചെയ്തല്ലോ. നാളെ ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പാടെയും ഉമ്മാടെയും ഖബറിന്റെ ഇടയ്ക്ക് പോയിട്ട് ദുആ ചെയ്യും. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയിട്ട് ചോദിക്കണം, ഉമ്മ ഞാനിത്തിരി വാരി തരട്ടെ. ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാനിത്തിരി ഭക്ഷണം വാരി തരട്ടെ. എന്തേടാന്ന് വെച്ചെന്ന് പ്രത്യേകിച്ച്
ഇന്നെന്തേ പ്രത്യേകിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തന്ന അള്ളാഹ് സ്വർഗത്തിൽ നിന്ന് എനിക്ക് തരും, വാരിത്തടാ. ഇതാ ഉമ്മ. നമ്മൾ വിചാരിക്കണത് ഉമ്മ സമ്മതിക്കൂല, വാപ്പ ഒന്ന് ചോദിച്ചു നോക്കടോ. നീ ഒന്ന് ചോദിക്കാൻ അവര് കാത്തു കിടക്ക. നമ്മളെ ഒരു ചുംബനം തരാൻ, നമ്മുടെ ഒരു ചുംബനം അവർക്ക് കിട്ടാൻ അവർ കൊതിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് പോയിട്ട് അവസരമുണ്ടല്ലോ, ഒന്ന് പോയിട്ട് വാരി കൊടുക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് കൊടുക്കൂലേ? ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വട്ടമെങ്കിലും ഒരുള്ള ഭക്ഷണം വാരി കൊടുക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ല ഉസ്താദെ, ഞാൻ കൊടുക്കൂല. നീ കൊടുക്കണ്ട വാപ്പ. നിന്റെ മക്കൾ എവിടെ പോയാലും നിനക്കും തരൂല. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഒരിത്തിരി വെള്ളം നിന്റെ വായിൽ ഒഴിച്ചു തരുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നിനക്കതിനുള്ള യോഗം ഉണ്ടാകില്ല. കാരണം നീ നിന്റെ ഉപ്പയോട് ചെയ്തതങ്ങനെ. കൊടുത്തത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. 3 പാപം ചെയ്താൽ ശിക്ഷ മരണത്തിന് ശേഷമല്ല, ദുനിയാവിൽ വെച്ച് തന്നെ തരും അല്ലാഹ്. 3 തെറ്റ് ചെയ്താൽ 3 തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ എവിടെ വെച്ച് കിട്ടും? ഇവിടെ വെച്ച് തന്നെ അള്ളാഹു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.